ധ്യാനത്തിൽ മുന്നേറുമ്പോൾ ഗുരു ഇഷ്ടമൂർത്തി ഉള്ളിൽ തെളിയുമോ? തീർച്ചയായിട്ടും. ഏതു തരം ധാരണയാണോ ചെയ്യുന്നത് അതിനനുസൃതമായിരിക്കും ഇതിന്റെ മറുപടി. ഏത് തത്വത്തെ ധാരണ ചെയ്യുന്നു? ഇപ്പോ ഇഷ്ടമൂർത്തിയെ ഉള്ളിൽ ധാരണ ചെയ്യുന്നു. തൻ്റെ ഇഷ്ടമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ, ഭഗവതിയെ ഉള്ളിൽ ധാരണ ചെയ്യുന്ന ഒരു വ്യക്തി. ആ ധാരണ ഊട്ടിയുറപ്പിക്കാൻ അവിടുത്തെ നാമമന്ത്രങ്ങളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ച് ധാരണ ഉറയ്ക്കുമ്പോൾ ധ്യാനം എന്നുള്ള അവസ്ഥയിലേക്ക് അന്തഃകരണം പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും ആ ഇഷ്ടമൂർത്തി ഉള്ളിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ഇനി അപ്രകാരം ഗുരുവെയാണോ ധാരണ ചെയ്തത്, ഗുരു ഉള്ളിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. പക്ഷേ എല്ലാ ധാരണകളിലും അങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. കാരണം ഇപ്രകാരം ദേവതാ ഭാവങ്ങളെയോ ഗുരുതത്വത്തെയോ ഒന്നും ഒരു ശ്രദ്ധയോ വിശ്വാസമോ ഇല്ലാത്ത ആൾക്കും ധാരണാധ്യാനങ്ങളാവാം. ഒരാൾ പറയാണ് എനിക്ക് മന്ത്രത്തിലൊന്നും വിശ്വാസമില്ല. വേണ്ട, ഞാൻ നാമം ജപിക്കാൻ പോകുന്നില്ല. വേണ്ട, ആര് പറഞ്ഞു? നിർബന്ധിച്ചോ? ആരും നിർബന്ധിച്ചോ? ഇല്ല. നിനക്കൊരു മൂക്കുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ടല്ലോ സ്വാമി, എനിക്കൊരു മൂക്കുണ്ട്. അതിനൊരു തുമ്പുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അവിടത്തേക്ക് നോക്കിയിരുന്നോളൂ. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ. ഭഗവാൻ ഗീതയെ പറയണതാ, ഇവിടെ നമ്മൾ വെറുതെ പറയല്ല. അങ്ങും നോക്കാണ്ട് നിന്റെ മൂക്കിന്റെ തുമ്പത്തിക്കാനെ നോക്കി അവിടെ ഇരുന്നോ. അതൊന്നും വേണ്ടാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിലും നാമത്തിലൊക്കെ ശ്രദ്ധയും വിശ്വാസമുള്ളവർക്കൊക്കെ എളുപ്പാ, വളരെ എളുപ്പാ. ഇനി അതൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ ഇത് മതി. അല്ല, കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടിയതാണോ, എന്നാ ഭ്രൂമധ്യത്തിലാവാം. തുടക്കക്കാര് ഭ്രൂമധ്യത്തിലാവരുത്. പിന്നെ തലവേദന തുടങ്ങിയവ വന്നിട്ട് പരാതിപ്പെടരുത്. ഇതൊക്കെ ഒരു ഉപദേശം അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. മൂക്കിന്റെ തുമ്പത്ത് എളുപ്പാ, ആർക്കും ആവാം. അപ്പൊ മൂക്കിന്റെ തുമ്പ് ധ്യാനിച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാ ഇഷ്ടദേവത പ്രകാശിക്കുക? അത് പ്രകാശിക്കില്ല. അവിടെ എന്താ തെളിയ? അവിടെ തെളിയല്ല. എല്ലാ ഭേദങ്ങളും പോയി താൻ അങ്ങനെ ബാഹ്യലോകത്തിൽ നിന്ന് തന്നിലേക്ക് ഉപസംഹരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക. അല്ലാണ്ട് അവിടെ ഇഷ്ടദേവതാ സങ്കല്പമൊന്നും അവിടെ ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. അതോ സുഖദുഃഖങ്ങളിൽ സമഭാവം കൈവരുന്ന അവസ്ഥയാണോ കിട്ടുക? രണ്ടായാലും ധ്യാനനിഷ്ഠ കൈവരിച്ചാൽ സുഖദുഃഖങ്ങളിൽ സമഭാവം ഉണ്ടാവും. ധ്യാനനിഷ്ഠ കൈവരിച്ചാൽ ഏത് വഴിയിലൂടെ പോയാലും ഒന്നുമില്ല. ശ്രദ്ധിക്കുക.